Hi friends, welcome to my show Learn English. I'm sure all of you would have heard or read about great people who have made the impossible possible. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എല്ലാവരും തന്നെ വലിയ വലിയ മഹത് വ്യക്തികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മൾക്കൊക്കെ അസാധ്യമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായി സാധ്യമാക്കി മാറ്റിയ മഹത് വ്യക്തികളെ കുറിച്ച്. Yes, today I'm going to talk about a living legend in India. ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മഹത് വ്യക്തിയെ, ഒരു ഇതിഹാസ വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് നൺ അതർ ദാൻ അരുണിമ സിൻഹ, ദ ഗേൾ ഫ്രം അംബേദ്കർ നഗർ UP. ഇത് മറ്റാരുമല്ല, അരുണിമ സിൻഹ. അവിടെയാണ് ജനിച്ചത്. UPയിലെ അംബേദ്കർ നഗറിൽ ജനിച്ച അരുണിമ സിൻഹയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. She was a national volleyball player and she used to play football also. And she is world's first female amputee to climb the Mount Everest. അവരാണ് ലോകത്തിലെ ആദ്യത്തെ ഫീമെയിൽ amputee. Means she has no one leg. And she climbed this Mount Everest on a prosthetic leg, on an artificial leg. She has climbed many mountains, all parts of the world. ലോകത്തുള്ള എല്ലാ ഭാഗങ്ങളിലുള്ള വലിയ വലിയ പർവ്വതങ്ങളിൽ അവർ കയറിയിട്ടുണ്ട് with this prosthetic leg. She is a great daughter of India. We should all be proud of. She didn't achieve this great success in an overnight. She didn't achieve this feat, this great success in an overnight. There is a great tragedy and hard work behind it. അവരൊരു ദിവസം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് നേടിയതൊന്നുമല്ല ഈ ഗ്രേറ്റ് ഫീറ്റ്, ആ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്, ആ വലിയ ലക്ഷ്യം, ആ നേട്ടം ഒരു രാത്രി കൊണ്ട്, ഒരു നേരം വെളുക്കുമ്പോഴേക്കും നേടിയതൊന്നുമല്ല. അതിന് പിന്നിൽ വലിയൊരു ട്രാജഡി തന്നെയുണ്ട്, ഒരു ദുരന്തം തന്നെയുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. ഹാർഡ് വർക്ക് മീൻസ് ഇഫ് യു ഗോട്ട് എ സ്റ്റേൺ മൈൻഡ്, എ സ്റ്റേൺ വിൽ, you will work hard and one day you will achieve the success. If you got a stern will, നിങ്ങൾക്കൊരു എന്താ പറയുക, വളരെയധികം സ്റ്റേൺ ആയിട്ടുള്ളൊരു ആ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി കഷ്ടപ്പെടുകയും ഒരു ദിവസം നിങ്ങൾ അതിൽ വിജയിക്കുകയും ചെയ്യും. On April 4, 2011, she was traveling in Padmavati Express from Lucknow to Delhi. 2011 ഏപ്രിൽ 11 പത്മാവതി എക്സ്പ്രസ്സിൽ നിന്ന് ലക്നൌവിൽ നിന്നും ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഇറ്റ് വാസ് എ നൈറ്റ് ജേർണി. ഇറ്റ് വാസ് എ നൈറ്റ് ജേർണി. ഡ്യൂറിങ് ദ ജേർണി some robbers entered into the compartment and started terrorizing and looting the people. അപ്പോൾ ഈ യാത്രക്കിടയിൽ കുറച്ച് കൊള്ളക്കാർ ആ കമ്പാർട്ട്മെൻറ്റിൽ കയറുകയും അതിലുള്ള എല്ലാവരെയും ഭയപ്പെടുത്തുകയും അവരിലുണ്ടായിരുന്ന മാല, പണം എല്ലാം പിടിച്ചു വാങ്ങുകയും ചെയ്തു. ബീങ് എ സ്പോർട്സ് പേഴ്സൺ, ഷീ കുഡ് നോട്ട് സ്റ്റാൻഡ് ആസ് എ സൈലന്റ് സ്പെക്ടേറ്റർ. സാധാരണഗതിയിൽ എല്ലാവരും പേടിച്ചു വരച്ച് അവിടെ നിൽക്കും. അവർ കുറേ കൊള്ളക്കാരുണ്ട്, അവരെടുത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യില്ല. പക്ഷേ ഇവരിലുള്ള ആ സ്പോർട്സ് പേഴ്സൺ അവരതിന് അനുവദിച്ചില്ല. അവരെന്ത് ചെയ്തു? വെൻ ദേ കെയിം ടു സ്നാച്ച് ദ ചെയിൻ, അവർ ആ ചെയിൻ ഇങ്ങനെ വലിച്ചു പൊട്ടിക്കാൻ നോക്കിയപ്പോൾ ഷീ റെസിസ്റ്റഡ് ബാക്ക്. അവരെന്ത് ചെയ്തു? തിരിച്ച് റെസിസ്റ്റ് ചെയ്തു. ആ മൽപ്പിടുത്തത്തിൽ എന്തുണ്ടായി? ദേ ഗോട്ട് ആംഗ്രി ആൻഡ് ദേ ത്രൂ ഹെർ ഔട്ട് ഓഫ് ദ ട്രെയിൻ. അവരെന്ത് ചെയ്തു? ദേഷ്യം വന്ന് അവരെല്ലാവരും അവളെ എടുത്ത് എറിഞ്ഞു, ട്രെയിന് വെളിയിലേക്ക് എറിഞ്ഞു. Unfortunately, another train was passing on the parallel track. ആ തൊട്ടടുത്തുള്ള ട്രാക്കിൽ മറ്റൊരു ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. And she fall under this train. അവരെന്ത് ചെയ്യുന്നു? ആ വലിച്ചെറിഞ്ഞ അതിൻ്റെ ശക്തി, ദ ഫോഴ്സ് ഓഫ് ദ ത്രോ, ആ ത്രോയുടെ ശക്തിയിൽ അവർ ചെന്ന് അടുത്ത റെയിൽവേ ട്രാക്കിൽ അടുത്ത ലൈനിൽ വീഴുകയും അവരെ ട്രെയിനിൻ്റെ അണ്ടറിൽ പോവുകയും ചെയ്തു. And the wheels ran over her legs. അവരുടെ കാലിൽ കൂടെ എന്ത് ചെയ്തു? കയറി ഇറങ്ങി. അവരുടെ ഇടത് കാല്, her left leg was totally crushed from under the knee. ആ താഴെ നിന്നും എന്തുണ്ടായി? crushed.
and her right leg was broken. അവരുടെ റൈറ്റ് ലെഗിന് എന്ത് പറ്റി? അത് broken and the bones were out. ആ റൈറ്റ് ലെഗ് ഒടിഞ്ഞ് ആ കാലുകളിൽ നിന്ന് തൊലിയിലൂടെ എന്താണ് എല്ലുകൾ പുറത്തേക്ക് കാണാമായിരുന്നു. And she had fractures on her back also, spine also. ആ നട്ടലിൽ ബാക്കിൽ ഇത്തിരി ഫ്രാക്ചേഴ്സ് ഉണ്ടായിരുന്നു. She waited for the train to pass. When the train passed, she tried to get up on her hands. And she tried to lift her left leg. അവരെന്ത് ചെയ്ത്? ട്രെയിൻ പാസ് ചെയ്യുന്നവർ അവിടെ തന്നെ കിടന്നു. കാരണം ഉയർന്നു കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ കയറിയാലോ. അങ്ങനെ ട്രെയിൻ പാസ് ചെയ്തപ്പോൾ അവർ പതുക്കെ കയ്യിൽ കുത്തിക്കൊണ്ട് അവർ എണീക്കാൻ ശ്രമിച്ചു. പതുക്കെ എല്ലാ ശക്തിയും, വിത്ത് ഓൾ മൈറ്റ് മീൻസ് എല്ലാ ശക്തി ഉപയോഗിച്ച് അവരെ തൊടാതെ ഇങ്ങനെ പൊന്തിച്ചു. ഹെർ തൈ, ഷീ ലിഫ്റ്റഡ് ഹെർ തൈ. അവരെന്ത് ചെയ്തു? ആ കാല് പൊന്തിച്ചു. ആൻഡ് ഷീ കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹെർ ലെഫ്റ്റ് ലെഗ് ഹാസ് ബീൻ ക്രഷ്ഡ് ഓഫ്. അവർക്കൊരു കാര്യം മനസ്സിലായി. അവരുടെ ആ ഇടത് കാല് മുട്ടിന് താഴെ അണ്ടർ ദ നീ crushed off means ആകെ ചതഞ്ഞരഞ്ഞിരിക്കുന്നു. ആൻഡ് ഇറ്റ് വാസ് ഹാങ്ങിങ് ഇൻസൈഡ് ഹർ ജീൻസ്. ആ കാല് ജീൻസിൻ്റെ ഇടയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കണം. ആൻഡ് ദ ബ്ലഡ് വാസ് ഊസിങ് ഔട്ട്. ഊസിങ് ഔട്ട് മീൻസ് വളരെ ശക്തമായി ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഷി വാസ് ക്രൈങ്, യെല്ലിങ്, ലിറ്ററലി ഷി വാസ് യെല്ലിങ്. സോ യെല്ലിങ് മീൻസ് അപ്പോൾ അവരവിടെ കിടന്നിട്ട് ഉറക്കെ നിലവിളിക്കുകയാണ്, പ്ലീസ് ഹെൽപ്പ്, പ്ലീസ് ഹെൽപ്പ്. ബട്ട് ഇറ്റ് വാസ് നൈറ്റ് and no one heard her cries. അത് രാത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാളും അവരുടെ കരച്ചിൽ കേട്ടില്ല. For around 7 hours she was lying on the track, writhing and wriggling and bleeding all the time. 7 മണിക്കൂറോളം ആ ട്രാക്കിൽ അവർ കിടക്കുകയാണ്. റിത്തിങ് ആൻഡ് റിഗിളിങ്. റിത്തിങ് ആൻഡ് റിഗിളിങ് മീൻസ് നിങ്ങൾക്ക് വേദന എടുക്കും, വേദന കൊണ്ട് പൊളഞ്ഞ് എന്താ പറയുക പെടഞ്ഞ് അവരവിടെ കിടക്കുകയാണ് ദ ഹോൾ നൈറ്റ്. ആൻഡ് ഷീ സേസ് സംടൈംസ് ഈവൻ ദ റാറ്റ്സ് റാൻ ഓവർ ഹെർ ബോഡി. അവർ പറയുന്നു ചില സമയത്ത് ഈ പാതയിലൊക്കെ എലികൾ ഉണ്ടാവുമല്ലോ, ആ എലികൾ ഇവിടെ ശരീരത്തിലൂടെ ഓടാൻ തുടങ്ങി എന്ന് പറഞ്ഞു. എനിവേ ഇൻ ദ മോർണിംഗ് ദ വില്ലേജേഴ്സ് സോ ഹെർ and they took her to a hospital, district hospital. അപ്പോൾ വില്ലേജേഴ്സ് രാവിലെ ഇവരെ കാണുകയും, ഭാഗ്യത്തിന് വില്ലേജേഴ്സ് ഇവരെ രാവിലെ കാണുകയും, they saw her half dead. ആൾമോസ്റ്റ് അവരവരെ കാണുമ്പോൾ ഇവർ പകുതി ജീവൻ നഷ്ടപ്പെട്ട രീതിയിലാണ് കിടക്കുന്നുണ്ടാകുന്നത്. അവരവരെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുകയും, when she was taken to the district hospital, the doctor came, the pharmacist came, and all the people in the house, they came, and they were saying, and she was almost blind that time because so much blood has already been flown. ഒത്തിരി ബ്ലഡ് ആകെ ഒഴുകി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പകുതി ബ്ലൈൻഡായ മാതിരി ഉണ്ടായിരുന്നു. അവർ പകുതി കാണാൻ കഴിയില്ലായിരുന്നു. ഒത്തിരി രക്തം വാർന്നൊഴുകി അവർ ആൾമോസ്റ്റ് ബ്ലൈൻഡായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഷീ കുഡ് ഹിയർ ദ ടോക്കിംഗ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് കേൾക്കാമായിരുന്നു. വാട്ട് ദേ വർ സേയിങ്, അവരെന്താണ് പറഞ്ഞത്? ദേ ഡിഡ്ന്റ് ഹാവ് അനസ്തേഷ്യ, ദേ ഡിഡ്ന്റ് ഹാവ് ബ്ലഡ്, ദേ ഡിഡ്ന്റ് ഹാവ് മച്ച് ഫെസിലിറ്റി ദേർ. ആ ഹോസ്പിറ്റലിൽ അവർക്ക് അനസ്തേഷ്യയോ ബ്ലഡോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഷീ ടോൾഡ് ദം, if I could bear the pain for 7 hours, I can bear this also. അവരെന്താ പറഞ്ഞത്? 7 മണിക്കൂറിന് മേലെ ഞാൻ അവിടെ പാളത്ത് കിടന്ന്, ആ റെയിൽവേ പാതയിൽ കിടന്ന്, ട്രാക്കിൽ കിടന്ന് ആ വേദന സഹിക്കാമെങ്കിൽ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന വേദനയും എനിക്ക് സഹിക്കാം. ഡോക്ടർ പ്ലീസ് ഡു ദ ഓപ്പറേഷൻ, എൻ്റെ ഓപ്പറേഷൻ ചെയ്യൂ. ആൻഡ് ദ ഡോക്ടർ ആൻഡ് ദ ഫാർമസിസ്റ്റ് they gave 1 unit blood each and did the operation without anesthesia. ഒരു അനസ്തേഷ്യയും കൊടുക്കാതെ അവരുടെ ഓപ്പറേഷൻ ചെയ്തു. Since she was a volleyball player, the media covered the news in great detail. അവരൊരു നാഷണൽ വോളിബോൾ പ്ലെയർ ആയതുകൊണ്ട് മീഡിയ അവരുടെ ഈ ന്യൂസ് നന്നായി കവർ ചെയ്തു. And she was immediately
taken to Lucknow, and from Lucknow she was brought to AIIMS Delhi, All India Medical Institute Delhi. She was admitted in the trauma center. അവരെന്ത് ചെയ്തു? ഇത്ര വലിയൊരു സെലിബ്രിറ്റിയാണ്. കാരണം ഒരു നാഷണൽ ലെവൽ വോളിബോൾ പ്ലെയർ എന്ന് പറഞ്ഞാൽ അവർക്ക് ന്യൂസ് അറ്റൻഷനൊക്കെ കിട്ടി. ഇമീഡിയറ്റ്ലി അവരെ ലക്നൌവിലേക്ക് ആദ്യം കൊണ്ടായി. പിന്നെ അവിടുത്തെ ലക്നൌവിൽ നിന്നും ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരെ അഡ്മിറ്റ് ചെയ്തു. ആൻഡ് ഷി വാസ് അണ്ടർഗോയിങ് ട്രീറ്റ്മെൻറ്റ് there for around 4 months. ഒരു 4 മാസത്തോളം അവരവിടെ ട്രീറ്റ്മെൻറ്റിൽ കിടന്നു. Around for 25, almost 1 month she was unable to move a little. ഒരു മാസത്തോളം അവർക്ക് അനങ്ങാൻ പോലും കഴിയില്ലായിരുന്നു. പിന്നീട് കുറേശ്ശെ വായിക്കാനും, then she started reading newspaper, watching TV. That time many people offered help to her. Many people offered help. ഒത്തിരി ആളുകൾ സഹായിച്ചു. One of them was our Yuvraj Singh. അതിലൊരാളായിരുന്നു യുവരാജ് സിംഗ്. യുവരാജ് സിംഗ് എന്ത് ചെയ്തു? വാട്ട് ഹി ഡിഡ്, ഹി ഗേവ് എ ചെക്ക് ഓഫ് ₹1 lakh and he also spoke to her over the phone. യുവരാജ് സിംഗ് അവർക്ക് 1 ലക്ഷത്തിൻ്റെ ഒരു ചെക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ അവരോട് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ടു ഹർ. ആ യുവരാജ് സിംഗ് സംസാരിച്ചത് ഈ അരുണിമ സിൻഹയ്ക്ക് അതൊരു വലിയ ഒരു ഇൻസ്പിറേഷനുമായിരുന്നു, പ്രചോദനമായിരുന്നു. ആൻഡ് ഷീ ടുക്ക് എ ഡിസിഷൻ. ഷീ വാണ്ട്സ് ടു ബി എ മൗണ്ടനിയർ. എന്താണ് ആ ഡിസിഷൻ? എനിക്കൊരു പർവ്വതാരോഹണയാകണം. ആൻഡ് ഐ വാണ്ട് ടു ക്ലൈംബ് ദ മൗണ്ട് എവറസ്റ്റ്. എനിക്ക് എവറസ്റ്റ് കയറണം. അതിന് എവറസ്റ്റ് മേലെ കയറണം. What a great decision. എത്ര വലിയ ഡിസിഷനാണ് നോക്കൂ. Those who heard about her decision, some people even called her mad. What they said? അവരുടെ ഈ തീരുമാനത്തെക്കുറിച്ച് കേട്ടപ്പോൾ പലരും അവർക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. കാരണം എന്താ? Even the people who have 2 legs, 2 hands and everything, a full fit body, they are unable to climb the Mount Everest. And this girl with a pathetic leg, an artificial leg വെച്ച് മൗണ്ട് എവറസ്റ്റ് കയറുക, വട്ടാണ് അവർക്ക്. ബട്ട് ഹെർ ഫാമിലി വാസ് വിത്ത് ഹെർ. അവരുടെ ഫാമിലി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഹെർ ബ്രദർ. ആൻഡ് ഹി വാസ് ഷുവർ ദാറ്റ് വൺ ഡേ ഹിസ് സിസ്റ്റർ വിൽ മേക്ക് ഇറ്റ്. അത് ഉണ്ടാക്കിയിരിക്കും, മീൻസ് കയറിയിരിക്കും. എനിവേ, ആഫ്റ്റർ ഗെറ്റിംഗ് ഡിസ്ചാർജ് ഫ്രം മെഡിക്കൽ, AIIMS, she went directly to see Bajendri Pal. മാഡം ബജേന്ദ്രി പാൽ എന്താണ് ചെയ്ത്? നേരെ വീട്ടിലൊന്നല്ല, മാഡത്തിനെ കാണാൻ പോയി. ബജേന്ദ്രി പാൽ, ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു ക്ലൈംബ് ദ മൗണ്ട് എവറസ്റ്റ് ഇൻ 1984. ഈ ബജേന്ദ്രി പാലാണ് ആദ്യത്തെ ഇന്ത്യൻ വനിത. 1984 മൗണ്ട് എവറസ്റ്റ് മുകളിൽ കയറിയ ആദ്യത്തെ ഇന്ത്യൻ വനിത. ബജേന്ദ്രി പാൽ looked at this girl. ഈ കുട്ടിയെ നോക്കുകയാണ്, പെൺകുട്ടിയെ നോക്കുകയാണ്. ഷി വാസ് സ്റ്റാൻഡിങ് ഓൺ എ പ്രോസ്തെറ്റിക് ലെഗ്. ഒരു ആർട്ടിഫിഷ്യൽ ലെഗുകളാണ് നിൽക്കുന്നത്. ആൻഡ് ഷി ഹാഡ് എ റോഡ് ഓൺ ഹെർ റൈറ്റ് ലെഗ് ആൾസോ. റൈറ്റ് ലെഗിൽ റോഡ് ഉണ്ട്. ആൻഡ് ഹെർ ഇഞ്ചുറീസ് were not fully healed. അവരുടെ ഇഞ്ചുറീസ് മുഴുവൻ പൂർണ്ണമായി ഉണങ്ങിയിട്ടൊന്നുമില്ല. She couldn't control her tears. ബജേന്ദ്രി പാലിന് ആ കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇത്രയൊരു വിൽ പവർ, ദിസ് മച്ച് വിൽ പവർ ഷീ ഹാസ് നെവർ സീൻ ഇൻ എനി വുമൻ. ഒരു സ്ത്രീയിലും ഇത്രയധികം വിൽ പവർ അവർ കണ്ടിട്ടില്ല. ഷീ സെഡ്, okay, I will help you. I will help you. She said, I would do all arrangements for you. And there was no looking back from there. അവിടെ നിന്ന് പിന്നെ പിന്തിരിഞ്ഞ് നോക്കേണ്ടതായി വന്നില്ല. ബജേന്ദ്രി പാൽ പറഞ്ഞു, എന്ത്, നിങ്ങൾക്കുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്യാം. അങ്ങനെ ബജേന്ദ്രി പാൽ എന്ത് ചെയ്തു? അവർക്കുള്ള സ്പോൺസറെ കണ്ടുപിടിക്കും. ടാറ്റ കമ്പനി, ദേ സ്പോൺസേഡ്. ആൻഡ് ഷീ റീച്ച്ഡ് ദ ട്രെയിനിങ് ക്യാമ്പ്. അവരങ്ങനെ ട്രെയിനിങ് ക്യാമ്പിൽ എത്തിച്ചേർന്നു. തിങ്സ് വെർ നോട്ട് റോസി ദെയർ ആൾസോ. അവിടെയും കാര്യങ്ങൾ അത്ര റോസി ഒന്നായിരുന്നില്ല, സുഖമായിരുന്നില്ല.
പലരും മെനി പീപ്പിൾ ട്രൈ ടു ഡിസ്കറേജ് ഹെർ. ഒത്തിരി ആളുകൾ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. Sherpas were not ready to go with her also. Sherpa means the Tibetan people who go with the mountaineers. ഈ പർവ്വതാരോഹണകരുടെ കൂടെ പോകുന്ന ആളുകളാണ് ഷെർപ്പകൾ. ഇവർ ബേസിക്കലി ടിബറ്റൻ ആളുകളാണ്. ഇവരാണ് ഈ പർവ്വതം കയറുന്നവർക്ക് വേണ്ടി അവരെ they used to carry all the material, they like their ladder, the bag, the food and everything, oxygen. Sherpas were not sure that she would be able to make it. ഷെർപ്പാസിന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു അവർക്കിത് കയറാൻ കഴിയുന്നു. ആൻഡ് ദേ വർ അൺവില്ലിങ് ടു ഗോ വിത്ത് ഹർ. അവർ കൂടെ പോകാൻ തയ്യാറായിരുന്നില്ല. അറ്റ് ലാസ്റ്റ് അഗൈൻ ദിസ് മാഡം ബജേന്ദ്രി പാൽ, ഷീ കൺവിൻസ്ഡ് വൺ ഷെർപ്പ ആൻഡ് ഹി വാസ് റെഡി ടു ഗോ വിത്ത് ഹർ. നൗ അങ്ങനെ അവസാനം ബജേന്ദ്രി പാൽ ഒരു കണക്കിന് ഒരു ഷെർപ്പയെ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയും പോകുമോ, യാതൊരു കുഴപ്പമുണ്ടായാലും അവർക്ക് അതിനുള്ള കഴിവുണ്ട്, അവർക്കൊരു കാലില്ല എന്നുള്ളൂ. ഷീ ഹാസ് ഓൺലി ദ പ്രോബ്ലം, ഷീ ഡസൻറ്റ് have one leg, but she has that willpower. If she has the willpower, she will do it. Last, the Sherpa was ready to go with her. And the climbing started. Not that day, around 2 years she was training. In the beginning she was not able to move very fast. Last, she started the mission. Unfortunately, there was no much oxygen left in her cylinder. ആ സിലിണ്ടറിൽ ഓക്സിജൻ അധികം ഉണ്ടായില്ല.